നദികളിൽ സുന്ദരി യമുന യമുന യമുന. മുതലച്ചാരെ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? ഉവ്വ, അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എന്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും പാലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൂട്ടാനോ? അത് ഏത് പൊട്ടനാടാ? ഏയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഹേയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്? നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബൂട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കുരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ്? നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ടാൻ അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നും അല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കുരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. ചുവന്ന് തുടിതിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവിക്കുറവുമുണ്ട് അല്ലേ? താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലി തൊടുമ്പോൾ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ. എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു.
വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു. ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ. എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും. ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. എടോ, തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ. താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്ന് ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ, പകരം നൽകാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. ഇനിയൊരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്.
ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തലവച്ചുപാറ ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിലെത്തണമെങ്കിൽ വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഈ വനപാതയിൽ ആളുകളെ കൊള്ളയടിച്ചിരുന്ന 2 കൊള്ളക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണേൽ ആശാന്റെ പേരും ഈ ഞാൻ എഴുതി ചേർക്കും. എവിടെ? ചായക്കടയിലെ പറ്റുബുക്കിലാണോ? അല്ല ആശാനെ, പഞ്ചതന്ത്രം കഥയില് ആശാൻ ഒരു സംഭവമല്ലേ. കരടിതന്ത്ര കഥകൾ എന്ന പേരിൽ നീ പുതിയതൊന്ന് എഴുത്. എന്റെ വീരസാഹസിക കഥകൾ എല്ലാരും അറിയട്ടെ. അതിബുദ്ധിമാനും ശക്തനുമായ അങ്ങ് ഒറ്റയടിക്ക് ഒരു മാൻകിടാവിനെ നിലത്തു വീഴ്ത്തിയെന്ന് ആദ്യ വരിയായി കുറിക്കട്ടെ. അതിന് ഞാൻ ഇതുവരെയും ഒരു മാൻകിടാവിനെയും ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ആശാനെ വീരനായകനാക്കാൻ നമ്മൾ ചുമ്മാതങ്ങ് എഴുതുവല്ലേ. അത് ശരി, ചുമ്മാ ചുമ്മാ. എന്നാ പിന്നെ ഈ കരടിയാശാൻ ഒറ്റയടിക്കൊരു സിംഹത്തെ വീഴ്ത്തിയെന്ന് ചുമ്മാതങ്ങ് കീച്ച്. എന്തായാലും താൻ എഴുതുന്നത് നുണയാണല്ലോ. ഓ, സിംഹം, ആശാന്റെ ആശ കൊള്ളാം. അത് വേണ്ട, സിംഹത്തെ തൊട്ടുള്ള കളി വേണ്ട. സിംഹരാജൻ ഈ കഥ വായിച്ച നമ്മുടെ കാര്യം കട്ടപ്പോക. ആരോ വരുന്നുണ്ട്. ആശാനെ, വിടരുതവരെ. വരൂ, എല്ലാം നമുക്ക് തട്ടിയെടുക്കണം. ഒറ്റയടിക്ക് ഞാൻ വീഴ്ത്തട്ടെ അവരെ. ആശാൻ അതിന് കഴിയും. ആശാനെ കൊണ്ടേ കഴിയൂ. അയ്യോ, കരടി എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പൊന്നടാവേ, പണിപാളിയല്ലോടാ. എന്താ ആശാനെ? ഇത് മുഴുവൻ ചുള്ളിക്കമ്പാണല്ലോടാ. ചുള്ളിക്കമ്പോ? എന്റെ പൊന്നാശാനെ, ഇത് കരിമ്പാ. ഇരുമ്പോ? ഓ, ഇരുമ്പല്ല, കരിമ്പ്. നല്ല മധുര കരിമ്പ്. ഓഹോ, ആഹാ. എന്നാൽ ഇന്നത്തെ കാര്യം കുശാൻ. യാത്രക്കാരിയായ സ്ത്രീയെ ഭയപ്പെടുത്തി ഓടിച്ച് അവര് കച്ചവടത്തിനായി കൊണ്ടുപോയ കരിമ്പ് മുഴുവൻ കൈക്കലാക്കിയ കരടിയാശാനും കുറുക്കനും അടുത്ത ദിവസം പുതിയ ഇരയെയും കാത്തിരിപ്പായി. ഇന്നലെ കഴിച്ച ഇരുമ്പ് ഇനിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ കുറുക്കച്ച? ഹോ, മണ്ടൻ. ഇരുമ്പല്ല ആശാനെ, കരിമ്പ്. സാരമില്ല, ബുദ്ധിയില്ലേലും ശക്തി ഉണ്ടല്ലോ. എന്താടോ പറഞ്ഞേ?
അല്ല ഭയങ്കര ബുദ്ധിയാണെന്ന് പറയായിരുന്നു. ആശാൻ കരടിയല്ല, കയറ്. അല്ല പയറാണ്, പയർ. പയറോ? എന്ത് പയറ്? പയറല്ല ആശാനെ, പയർ, തീ. ദേ ഒരാള് വരുന്നുണ്ട്. ആശാനെ ചാടി വീഴ്. ചാടി വീണ് കൈയും കാലും ഓടിക്കാനൊന്നും ഞാനില്ല. എന്നാ പതിയെ ചെന്ന് അയാളെ പിടിക്ക്. അയ്യോ, ഈ വഴിയിൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണല്ലോ. അയ്യോ രക്ഷിക്കണേ, അയ്യോ. ആ വിളിച്ചോ വിളിച്ചോ, എത്ര വിളിച്ചു കൂവിയാലും തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. ഇത് എവിടുന്നാണ് നല്ല കാട്ടുതേനിന്റെ മണം? ആശാനെ ഈ പാത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഹായ്, നല്ല തേൻ. തേൻ തുള്ളി, ഹായ് തേൻ തുള്ളി, മധുരം മധുരം തേൻ തുള്ളി, ഹായ് ഹായ് ഹായ്. ആശാനെ എനിക്കും തായോ. വനപാതയിലൂടെ വരുന്ന ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള കരടി ആശാന്റെയും കുറുക്കന്റെയും കാട്ടിലെ സുഖവാസം മുന്നോട്ടു പോകവേ ഒരു ദിവസം, കുറുക്കച്ച, നമ്മുടെ താവളം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? വല്ല പുതിയ താവളവും കണ്ടുപിടിക്കണം. വേണ്ട ആശാനെ, ആശാനുള്ളപ്പോ ഏത് ഇരയെയും നമ്മൾ കീഴടക്കും. നമുക്ക് ഈ താവളം തന്നെ മതി. കുറുക്കച്ചോ, താനത് കണ്ടോ? എന്തോ തൂക്കിപ്പിടിച്ചോണ്ടൊരാൾ വരുന്നുണ്ട്. ആശാനെ അയാളുടെ കയ്യിലിരിക്കുന്ന ചാക്കിനകത്ത് കാട്ടുതേനാണെന്ന് തോന്നുന്നു. ഹോ, വീണ്ടും തേൻ. ആളുകൾ എന്നും ഇങ്ങനെ തേൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ. ഹോ, ആശാന്റെ ഭാഗ്യം. എന്നും ഈ വഴി കോഴിയുമായി ആരെങ്കിലും വരണേ എന്നാണ് എന്റെ ചിന്ത. ഒരു കരടിയും കുറുക്കനും വഴിയിൽ നിൽപ്പുണ്ടല്ലോ. ഇവരാണോ ഇതുവഴി പോകുന്നവരെ ഉപദ്രവിക്കുന്നത്? എങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ദേ അയാൾ ഓടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വഴിയിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. വേഗം വാ, നമുക്ക് നോക്കാം. ആഹാ, നല്ല തേൻ. തേനോ? നോക്കട്ടെ. ഇത് ശരിക്കും തേൻ തന്നെ. ഇതിനിത്തിരി കനം കൂടുതലുണ്ടല്ലോ. ചിലപ്പോ വൻതേനായിരിക്കും. ഹായ് ഹായ്, എന്തൊരു മധുരം, എന്താ ടേസ്റ്റ്. ഇതിന് ഒട്ടലുണ്ടല്ലോ. ഇത് തേനോ? പശയോ? അയ്യോ, അമ്പട ആശാനെ, എനിക്ക് തരാതെ തേൻ കുടിച്ചു മത്ത് പിടിച്ച് കിടക്കുവാണല്ലേ. എനിക്കും വേണം തേൻ. ആഹാ, തേൻ കുടിച്ചു മത്ത് പിടിച്ചപ്പോ എന്നോട് എടുക്കരുതെന്നോ? അമ്പടാ.
ആ. അയ്യോ പശ. നാളുകളായി അനേകരെ കൊള്ളയടിച്ച് സുഖിച്ചു കഴിഞ്ഞിരുന്ന കരടിയും കുറുക്കനും അന്നൊരു കാര്യം മനസ്സിലാക്കി. മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഒരിക്കൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന്. ഹോ, പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. ആ, അതൊക്കെ ഒരു കാലം. ആ, മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. ആ, കപ്പയും എലി ഫ്രൈയും. ഹാ, ഇന്നത്തെ കാര്യം കുശാൽ. നിക്കടാ അവിടെ. നീ ആരാടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. ആ, അല്ലേ വേണ്ട. തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതെ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ, വരാമായിരുന്നു. ഇന്നെന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. ഓ, വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ. എലി എങ്കി എലി. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ? ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാം. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ, നീയായിരുന്നു. നിനക്കെന്താടാ?
എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ. 2 പ്രാവശ്യം പേടിച്ചു, ഇനി ഒന്നുകൂടെ പേടിക്കട്ടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേയ്, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. ഹ, അയ്യോ ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ, എങ്കിൽ തെളിയിച്ചു കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി. മഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജൻ ഉണ്ടായിരുന്നു. അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാനെ കിട്ടിയത്. ആഹാ, എന്നിട്ട് എവിടെ മാൻ? കൊണ്ടുവരൂ, നമുക്ക് നന്നായി വിശക്കുന്നു. ഉത്തരവ് പോലെ രാജൻ. രാജാവേ, അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതേ മന്ത്രി, ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത്. നാം വൃദ്ധനായി തുടങ്ങിയല്ലേ. എനിക്ക് യുവത്വം വേണം മന്ത്രി. ഹേയ്, വിഷമിക്കേണ്ട രാജാവേ. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ യുവത്വം തിരിച്ചു വരും. ഞാൻ വേണേൽ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു. ശരി, ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ. ഹോ, ഈ വൃദ്ധസിംഹത്തിനു വേണ്ടി പണിയെടുത്തു മടുത്തു. മാനിറച്ചിയെ കഴിക്കൂ. എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ.
അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ച് നടന്നു. എടോ കഴുതേ, ആ പച്ചില ഇങ്ങെടുക്ക്. വൈദ്യരെ, ഞാൻ കഴുതയല്ല, കരടിയാണ്. നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ. ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി, ആശാനെ, വൈദ്യരാശാനെ, ദേ നോക്ക്, ആരാ വരുന്നെന്ന്. നിന്റെ കാഴ്ചയും പോയോ? അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഇവിടെ? നമസ്കാരം കുറുക്കൻ വൈദ്യരെ. ഒന്നും പറയേണ്ട വൈദ്യരെ, ഞാനൊരു വലിയ പ്രശ്നത്തില. ഓഹോ, എന്താ കാര്യം? അങ്ങക്ക് അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം. അറിയാം. ആശാനെ, ഈ പച്ചില എന്ത് ചെയ്യണം? നീ മുഖത്തരച്ച് തേക്ക്. അല്ല പിന്നെ ഒന്നങ്ങോട്ട് മാറി നിക്ക് കഴുതേ. വൈദ്യരെ, ആ സിംഹത്തിന് ഭയങ്കര വാശിയ. മാനിറച്ചിയെ കഴിക്കൂ. ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞു മടുത്തു. ഓ കഷ്ടം. അല്ല, ഞാൻ എന്തു വേണമെന്നാ പറയുന്നേ? അതെ വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം. അയ്യോ അല്ല, സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പണിയെടുത്ത് മടുത്തു. വൈദ്യൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ശേഷം, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റിത്തരാം. ഒരേ നന്ദിയുണ്ട് വൈദ്യരെ. ആശാനെ, ആശാനെ, കൊള്ളുന്ന ആശാനെ. ഓ, എന്റെ പൊന്നടാവേ, നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ? ആശാനല്ലേ പറഞ്ഞത്. എന്തെങ്കിലും കാണിക്ക്. നീ വേഗം ഇറങ്ങ്, സിംഹരാജനെ കാണണം. പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ്. മന്ത്രി, എവിടെ വൈദ്യൻ? അല്പം കൂടി ക്ഷമിക്കൂ രാജൻ, മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ. ദേ രാജൻ, നോക്ക്, വൈദ്യൻ വരുന്നു. നമസ്കാരം രാജൻ. നമസ്കാരം, നമസ്കാരം. ആരാ ഈ ജന്തു? അയ്യോ രാജാവേ, ഇത് നമ്മുടെ ഒരു സഹായി, ഒരു കഴുതയാ. കരടി, കരടി. ആ കരടി. ഭയാനകം തന്നെ. ഇച്ചിരി തേൻ കൊടുത്താ നന്നായി പണി ചെയ്യും. തീറ്റപ്രിയനാണെന്നേ ഉള്ളൂ. സഹായിയ. ആ, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ. തട്ടോ മുട്ടോ, ഇടിവോ ചതവോ തൊഴിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആ ആ ആ കണ്ണിനൊരു വിളർച്ചയുണ്ട്. ഉണ്ടോ? ആ, പേടിക്കണ്ട. അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇത് ഗജമാംസ രസായനം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇത് കലമാൻ കുഴമ്പ്. ഇത് വൈകിട്ട്, ഉച്ചയ്ക്ക്, രാവിലെ. രാജൻ, അങ്ങ് കൃത്യമായി ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുയൽ, എലി, പല്ലി, പാറ്റ തുടങ്ങിയവ. അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഞാൻ ചെറുപ്പമാകുമോ വൈദ്യരെ? പിന്നെ ഉറപ്പല്ലേ? സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി. താൻ ചെറുപ്പമാകാൻ പോകുന്നുവെന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി. പോകുന്നേരം കുറുക്കൻ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിൽ വിശന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ? പിന്നെ ഉറപ്പായും അവിടെ കാണും. പാതി ആ പാവത്തിന് കൊടുക്കണം.
എന്നാലേ മരുന്ന് ഫലിക്കൂ. കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വകവയ്ക്കാതെ ചെറുമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു. ഓ ഭാഗ്യം, ഏതോ പാവം വയസ്സൻ കുറുക്കനാണല്ലോ. ഇതാ വൃദ്ധ കുറുക്ക, ഇത് തിന്നോളൂ. നാളെ ഈ നേരം ഇവിടെ നിന്നാൽ ഞാൻ ആഹാരം തരാം. എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ കണ്ടത്. അങ്ങ് മാത്രമാണ് രാജാവ്. ഒരുപാട് നന്ദി രാജൻ. മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി. അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അതൊരു പതിവായി തീർന്നു. എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും. സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് ചെറുമൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമ്മളിനി എന്ത് ചെയ്യും? നമ്മുടെ വംശം നശിക്കും. അതെ, ഒരു വഴി കണ്ടെത്തണം. എന്ത് വഴി? കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാ മനുഷ്യർ പിടിക്കും. ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും. ശരിയാണ്, കാട് മുഴുവൻ കാവലുണ്ട്. നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത്? അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പിന്നിൽ ആ കുറുക്കൻ വൈദ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? വൈദ്യന്റെ സഹായമില്ലേ ആ കരടി? അവനൊരു മണ്ടനാണ്, മാത്രമല്ല ഒരു തേൻ കൊതിയനുമാണ്. നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ? ശരിയാ, വാ, നീ തേൻ കയ്യിൽ കരുതിക്കോ. അങ്ങനെ കൂട്ടത്തിലൊരു മുയലും എലിയും കൂടി കരടിയെ തേടി നടന്നു. ഹലോ കരടി ചേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ്. എന്റെയോ? എന്തിന്? അങ്ങീ കാട്ടിലെ താരമല്ലേ, അതുകൊണ്ട് ചെറിയൊരു സമ്മാനം തരാനായി വന്നതാ. സമ്മാനമോ? എന്ത് സമ്മാനം? ഹായ്, തേൻ. തേൻ കണ്ട കരടി ആർത്തിയോടെ തേൻ കുടിക്കാൻ തുടങ്ങി. കരടി ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും തേൻ കൊണ്ടുതരാം. എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾക്ക് ഇപ്പോ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും എലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, അങ്ങൊരു വിഡ്ഢിയാണ്. എന്തു പറഞ്ഞു? അതെ, അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്കുകേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ്. സത്യമാണ് സിംഹരാജൻ. വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം. അങ്ങ് ഞങ്ങളെ മന്ദാരക്കുന്നിന്റെ ചരിവിലെ മരച്ചോട്ടിലുള്ള വയസ്സൻ കുറുക്കന് കൊടുത്തിട്ട് വേണയിൽ നോക്കി കണ്ടോ? അത് വൃദ്ധൻ കുറുക്കനല്ല, അങ്ങയെ പറ്റിച്ച കുറുക്കൻ വൈദ്യനാണ് രാജാവേ. അവർ പറഞ്ഞതു പ്രകാരം സിംഹം വൃദ്ധക്കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എലിയെയും നൽകി. ശേഷം സിംഹം കുറുക്കന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എനിക്ക് എന്നും പണിയെടുക്കാതെ ഇങ്ങനെ തിന്ന. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. എടാ, നിന്നെ ഞാൻ, നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. എടാ, നിന്നെ ഞാൻ. അയ്യോ മഹാരാജൻ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഈ കാട് വിട്ടു പൊയ്ക്കോളാമേ. അയ്യോ. രാജൻ, അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും വയസ്സാകും, പക്ഷേ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും.